സിമ്പിൾ ഡിസൈൻ പല ക്ലയന്റുകൾക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ഏരിയയാണ് സിമ്പിൾ ഡിസൈൻ. ഇന്റീരിയർ ഡിസൈനിലോട്ട് പോകുമ്പോൾ പല ക്ലയന്റും നമ്മളെ സമീപിക്കാറ് നമുക്ക് സിമ്പിൾ ഡിസൈൻ മതി എന്നുള്ളതാണ്. ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്നാ ക്ലയന്റ് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഉദ്ദേശിക്കുന്നത്, മറ്റേ ഒരു ക്ലയന്റ് ഉദ്ദേശിക്കുന്നുണ്ടാകുക സിമ്പിൾ എലഗൻസോ. പക്ഷെ ഇത് രണ്ടും ഡിപ്പെൻസ് ബഡ്ജറ്റ് ആണ്. ഞാൻ ഇതിനൊരു സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വൈറ്റ് തീം വെച്ചിട്ട് എലഗന്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. ഇത് രണ്ട് ക്ലയന്റ് നമ്മൾ ഒരേപോലെ സബ്മിറ്റ് ചെയ്താൽ ഇതിന് ബഡ്ജറ്റ് അവർ ചോദിക്കും. ആ ബഡ്ജറ്റ് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യും. ബഡ്ജറ്റ് മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാനുള്ള പ്രൊഡക്റ്റ്, അതിന്റെ ഫിനിഷിങ്, ഇതൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ. അപ്പൊ ഫിനിഷിംഗിൽ വൈറ്റ് തീമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് നമ്മളെ ചെയ്ത ഡിസൈനിന്റെ അതേ ഫിനിഷിംഗ് കിട്ടുന്നെങ്കിൽ ലാമിനേറ്റിൽ നമുക്ക് കിട്ടുന്ന ഫിനിഷ് കുറവായിരിക്കും. നേരെ മറിച്ച് നമുക്ക് PU പോകുമ്പോൾ ഒന്നുകൂടി നല്ല ഫിനിഷ് കിട്ടും, അക്രിലിക്കിലും കിട്ടും. അപ്പോൾ അത് രണ്ടും കുറച്ച് എക്സ്പെൻസീവ് ആണ്. നേരെ മറിച്ച് നമ്മൾ ലാമിനേറ്റിൽ പോകുമ്പോൾ എക്സ്പെൻസീവ് അല്ല. പക്ഷെ ക്ലയന്റിന് ഇത് കൊടുക്കുമ്പോൾ ബഡ്ജറ്റ് ഉദ്ദേശിച്ച ക്ലയന്റിന് അക്രിലിക്കും PU അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റേ ക്ലയന്റ് ആകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കൊടുത്ത രണ്ട് ക്ലയന്റ്സിനും കൊടുത്ത സെയിം ഡിസൈൻ തന്നെയാണ്. പക്ഷെ ഇവിടെ സിമ്പിൾ ഡിസൈനെ നിർണ്ണയിച്ച ഘടകം ബഡ്ജറ്റ് ആണ്. ഇതാണ് ഇതിലത്തെ മെയിൻ റീസൺ.